ഹായ്, ഇതാണ് നമ്മുടെ ഗ്രോസോമാർട്ടിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. grosomartcom അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലും പി സിയിലും നമ്മുടെ പ്രൊഡക്ട്സൊക്കെ കാണിക്കുന്ന ഹോം പേജ് ലോഡാവും. ഇവിടുന്ന് കസ്റ്റമേഴ്സിന് ഓർഡർ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഹോം പേജിൽ വന്നാൽ നമുക്ക് കാറ്റഗറീസ് കാണാം, പിന്നെ ബാനേഴ്സ് കാണാം. ഈ കാണുന്ന ഇമേജസ് ഒക്കെ ബാനേഴ്സാണ്. പിന്നെ താഴേക്ക് വന്ന ഓരോ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് കാണാം. ഇതാണ് പ്രൊഡക്ട്സ് വരിക. പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കസ്റ്റമറിന് എത്ര ആണ് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് ഇത്രയും kg ആപ്പിൾ ബൈനോവോ അല്ലെങ്കിൽ ആഡ് ടു കാർട്ടോ അടിച്ച് അവരുടെ അഡ്രസ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. ഈ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത്. നമുക്കിതിൻ്റെ അഡ്മിൻ വരിക grosomartcom/admin എന്നുള്ള ഒരു URL ആണ്. ഇതിനൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. നമുക്ക് ഇമെയിലും പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ലോഗിൻ ചെയ്താൽ നമുക്കൊരു ഡാഷ്ബോർഡിലേക്കാണ് ഇത് എത്തുക. ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ മെയിൻ ബാനേഴ്സ് ഇമേജസ് പുതിയത് ആഡ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് ബാനേഴ്സിൽ പോയിട്ട് ബാനർ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്ത ഓരോ ബാനേഴ്സും ഇവിടെ കാണും. ഇത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇനാക്റ്റീവ് സസ്പെൻഡിലേക്ക് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ഇതിലെ ഫോട്ടോ മാറ്റണമെങ്കിൽ നമുക്കിവിടെ ഒരു ഇമേജ് കാണാം. ബൂസ്റ്റിൻ്റെ ബാനറാണ് ഈ ഒരു ബാനർ. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം, ഒരു URL കൊടുക്കാം. ഏത് പ്രൊഡക്റ്റിലേക്കാണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകേണ്ടതെന്നുള്ള URL കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തത് ബൂസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിലേക്കാണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ ബാനർ URL കൊടുത്താൽ ഇത് ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ഇമേജ് ഏതാണ് വേണ്ടതെന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 ഇമേജ് ഒരു ബാനറിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്താൽ മതി. പുതിയ ബാനർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ബാനർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ബാനർ, ഇത് ഏത് URLിലേക്കാണ് പോകേണ്ടത്, ഇതിൻ്റെ ഇമേജ് ഏതാണ്, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാനേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ കാണുന്ന രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ നമുക്കൊരു 3 റോ ബാനേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പിലുള്ളതാണ് ഇത്. ഇൻ്റർമീഡിയറ്റ് ബാനർ എന്ന് പറഞ്ഞ് നമുക്ക് നടുക്ക് കുറച്ച് ബാനേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതും കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ഒരു പ്രൊമോഷണൽ ബാനർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെയും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത് നമുക്ക് വരുന്നത് കാറ്റഗറീസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് 5 കാറ്റഗറീസാണുള്ളത്. ഫ്രഷ്, ബിസ്ക്കറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സ്, കുക്കീസ്, കുക്കിംഗ് എസെൻഷ്യൽസ്, പേഴ്സണൽ കെയർ, ഹോം കെയർ. ഹോം കെയറിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഉജാല, സൺലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രൊഡക്ട്സ് ആഡ് ചെയ്തത്. ഇനി പേഴ്സണൽ കെയർ എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ അണ്ടറിൽ നമ്മൾ സോപ്പ്, ഇതേപോലെ ഒരു കാറ്റഗറിയും ഇതിൻ്റെ തന്നെ ഒരു സബ് കാറ്റഗറിയും ഉണ്ടാവും. പേഴ്സണൽ കെയറിൻ്റെ അണ്ടറിൽ ബാത്ത് ആൻഡ് വാഷ്, ഫെമിനിൻ ഹൈജീന്, ഓറൽ കെയർ. ഓറൽ കെയറിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ടൂത്ത് പേസ്റ്റുകളൊക്കെ ആഡ് ചെയ്തു. ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവെൻട്രി മെനുവിൽ കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ആഡ് ചെയ്ത കാറ്റഗറീസ് എല്ലാം ഇതിൽ കാണിക്കും. ഇതിൽ പുതിയത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു നെയിമും ഒരു ഓർഡർ, ഏത് ഓർഡറിലാണ് അത് ലിസ്റ്റ് ചെയ്യേണ്ടത്, ഇതിനൊരു ഇമേജും അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് ഫസ്റ്റ് ഓർഡറായിട്ടാണ് ഇത് വരിക. ഹോം പേജിൽ ഇത് കാണിക്കും. എന്നിട്ട് ഇതിനൊരു ഫോട്ടോയും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യാം. ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിലായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. കാറ്റഗറി, സബ് കാറ്റഗറി, പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് വേണ്ടാത്ത കാറ്റഗറി ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സസ്പെൻഡഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നെ കാണിക്കില്ല. ഇപ്പോൾ ഇതിൽ ടീ ആൻഡ് കോഫിയൊക്കെ സസ്പെൻഡഡ് ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ചെയ്യുന്ന സമയത്ത് ഇത് ഓണാക്കിയാൽ മതി. നമുക്ക് വേണ്ട കാറ്റഗറീസ് ഓണാക്കി കൊടുത്താൽ അതിൽ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് പ്രൊഡക്ട്സ്. നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് വെച്ച പ്രൊഡക്ട്സിനെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളതാണ്. പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവെൻട്രിയിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ മെനുവിൽ വരും.
മെനുവിൽ വന്ന ശേഷം നമുക്ക് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ഫുൾ പ്രൊഡക്ട്സ് നമുക്ക് പേജ് വൈസ് കാണാൻ പറ്റും. ടൈഗർ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് കാറ്റഗറിയിലാണ്, ഇത് ബിസ്ക്കറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ സബ് കാറ്റഗറി ആയിട്ട് ബിസ്ക്കറ്റ് ആൻഡ് കുക്കീസിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വേരിയൻറ്റ് ടൈപ്പ് വെയിറ്റ് ആണ്. അതായത് ഇത് നമ്മൾ പറയുന്നത് വെയിറ്റിലാണ്. നമുക്കിപ്പോൾ വേരിയൻ്റ് ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കിതിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഒരു ഫോട്ടോ തമ്മിലായിട്ട് ഒരു ഇമേജ് കൊടുക്കാം. താഴേക്ക് വന്നാൽ നമ്മൾ ഇതിനൊരു കോഡ് കൊടുക്കാം. ബിസ്ക്കറ്റിന് എന്തെങ്കിലും ഒരു കോഡ് 1 2 3 എന്നുള്ള നമ്പറോ എന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിൻ്റെ പ്രൈസ്, ഇതിൽ MRP ഉണ്ട്, സെല്ലിംഗ് പ്രൈസും ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും നമ്മൾ വിൽക്കുന്ന ആക്ച്വൽ പ്രൈസ്. പിന്നെ ഇതിൽ പ്രൊഡക്റ്റ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് നമുക്ക് ക്വാണ്ടിറ്റി കറക്റ്റ് അറിയില്ലെങ്കിൽ അതൊരു പ്രശ്നം, അല്ലെങ്കിൽ 100 എന്നൊക്കെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് എത്ര എണ്ണമാണ് ഉള്ളതെന്ന് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇമേജ്, ഇപ്പോൾ ടൈഗർ ബിസ്ക്കറ്റാണ്, ഇതിന് ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 200 ഗ്രാമിൻ്റെ ഒരു ബിസ്ക്കറ്റാണ് ഇതിൽ ആഡ് ചെയ്തത്. ഇവിടെ നമ്മൾ 200 ഗ്രാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ വെയിറ്റ് കൊടുത്തത്. ഈ വേരിയൻ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ വെയിറ്റും അതിലുള്ള വാല്യൂസ് നമുക്ക് 200 ഗ്രാമിൻ്റെ ഉണ്ട്, 1 kg ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. നമുക്ക് വേരിയൻസ് എന്ന് പറഞ്ഞ മെനുവിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓരോ ടൈപ്പ് ഉണ്ട്. 2 kg, വെയിറ്റ്, കൗണ്ട്, വെയിറ്റ്, വോളിയം, സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് സൈസിലാണെങ്കിൽ സ്മോൾ, മീഡിയം, ലാർജ്, XL. വോളിയം ആണെങ്കിൽ നമുക്ക് 600 ml, 100 ml, 200 ml, 50 ml, 1 ലിറ്റർ, 2 ലിറ്റർ, അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ആഡ് വാല്യൂസിൽ പോയിട്ട് നമുക്ക് വോളിയത്തിലേക്കൊരു 5 ലിറ്ററിൻ്റെ ഒരു ഇതാവശ്യമുണ്ടെങ്കിൽ 5L എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വോളിയത്തിൻ്റെ അകത്ത് 5 ലിറ്റർ വന്നു. ഇതേപോലെ വെയിറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള വാല്യൂസ് 500 ഗ്രാം തൊട്ട് 8 kg എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഇതായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ഡെഫിനിഷനിൽ നമ്മൾ ഈ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മാനേജ് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ ടൈഗർ ബിസ്ക്കറ്റിന് വിൽക്കുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് ഡിസേബിൾ ചെയ്താൽ മതി. ഡിസേബിൾ ചെയ്താൽ പിന്നെ പ്രൊഡക്റ്റ് കാണില്ല. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് അടിച്ചിട്ട് താഴേക്ക് വന്നിട്ട് ഇവിടെ ഐറ്റം ഇമേജസിലേക്ക് കൂടുതൽ ഇമേജസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഓർഡർ മാനേജ്മെൻ്റ് ആണ്. ഓർഡറിൽ നമുക്ക് ഓർഡേഴ്സിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ചെയ്ത ഓർഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് 5 എണ്ണം പെൻഡിങ് ആയിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ ടെസ്റ്റ് അടിച്ചതാണ്. ഇതിൽ ഓർഡേഴ്സ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഓർഡേഴ്സ് കാണാം. അവരുടെ ഓർഡർ സ്റ്റാറ്റസ് എല്ലാം പെൻഡിങ്ങിലാണ്. ഈ ഓർഡറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഒരു ഓർഡർ ഡെലിവേർഡ് ആണ്. ഇതെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ആണ്. പേയ്മെൻറ്റും പെൻഡിങ് ആണെന്നുള്ള രീതിയിലാണ് ഉള്ളത്. ഓർഡറിലുള്ള ഐറ്റംസ് കാണണം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസാണ് അവർ ഓർഡർ ചെയ്തതെന്ന് കാണാം. ഇനി വ്യൂ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അഡ്രസ്സ് കാണാം. ഇങ്ങനെ നമുക്ക് ഇനി പേയ്മെൻറ്റ് സ്റ്റാറ്റസും ഓർഡർ സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇപ്പം നമ്മൾ ഓർഡർ പ്രോസസ്സിങ്ങിലാണ് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഡെലിവറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ഇവിടെ മാറ്റാം. ഈ പെൻഡിങ് ആയി കിടക്കുന്ന ഓർഡറെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലും ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലും മാർക്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ ബേസായിട്ട് വരിക. നമുക്ക് കാറ്റഗറി മാനേജ്മെൻറ്റ്, ബാനർ മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, ഓർഡർ മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ്